പുതിയുഗ കേരളത്തിന്റെ പൂക്കി മേനോന്റെ നല്ല വിസ്മയങ്ങൾ, അടിപൊളി സാധനങ്ങൾ കിട്ടുന്നുണ്ടല്ലേ. ചില 1.5 കോടി രൂപ വാടകയ്ക്ക് എടുത്ത ഹെലികോപ്റ്റർ അന്നത്തെ മാധ്യമങ്ങളും കോൺഗ്രസുകാരും ബാക്കിയുള്ള എല്ലാ നിഷ്ഠുകളും എല്ലാം കൂടെ ചേർന്ന് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണീരൊലിപ്പിക്കുകയായിരുന്നു. അതായത് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതാവ്, തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വന്ന പിണറായി വിജയൻ ആഡംബരത്തിന്റെ അങ്ങേയറ്റം കാണിക്കുന്നു, ദൂർത്ത് കാണിക്കുന്നു, ഹെലികോപ്റ്ററിൽ പോകുന്നു എന്നൊക്കെ. ആ പറഞ്ഞ നാവ് കൊണ്ട് ഇന്ന് ഒരുത്തനും മിണ്ടിയിട്ടില്ല. ഒരൊറ്റ മാമാ പണി ചെയ്യുന്ന ഒരു മാധ്യമവും ഇന്ന് ആ വാർത്ത എടുത്ത് 24 അവേഴ്സും ചാനലിലിട്ട് അടിച്ചിട്ടില്ല. കാലത്തിൽ ഏറെ മുമ്പ് പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് എസ്കോർട്ട് വാഹനങ്ങളോ എനിക്ക് അകമ്പടി സേവയോ ഒന്നും വേണ്ട, ഞാൻ ലളിതമായിട്ടുള്ള ഒരു മന്ത്രിയാണെന്ന് പറഞ്ഞ ഒരു ആക്കിയ ചിരി ഇരിച്ച ഒരു മന്ത്രി ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി. ഇന്ന് സ്വന്തം അമ്മായിയച്ഛനെ കാണാൻ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിൽ പോയത് 2 തവണയാണ് ഹെലികോപ്റ്ററിൽ. ഇന്ന കുടുംബ സ്വത്തല്ലേ ഹെലികോപ്റ്റർ. അന്ന് മേടിച്ചിട്ടപ്പോ വാതോരാതെ നിയമസഭയിലും പുറത്തും അകത്തും കണ്ട ചാനലിലൊക്കെ കയറി നിരങ്ങിക്കയറി പറഞ്ഞു ഇന്നെന്ത് ആ ദൂർത്തെടുത്ത് മടക്കി പോക്കറ്റ് വെച്ചിട്ടങ്ങ് പോയത് അമ്മായിയച്ഛനെ കാണാൻ മോളെ കെട്ടിക്കുന്നതിന്റെ സ്നേഹം. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതെല്ലാം അണാപ്പൈ വിടാതെ തിരിച്ച് കിട്ടിയിട്ടേ പോവും. സമയമുണ്ടല്ലോ, 2-2.5 മാസമല്ലേ ആയോളൂ, എല്ലാം ശരിയായിക്കോളും. ജനങ്ങളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതേ കണക്ക് മുമ്പ് 2012 മഴക്കെടുതികൾ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തിനും ബാക്കിയുള്ള കാര്യത്തിലുമാണ്. ഇന്ന് ഈ പറഞ്ഞ സ്ഥലത്ത് ഈ ഹെലികോപ്റ്റർ ഒന്നും പറഞ്ഞിട്ടില്ല. പലരുടെ വീട്ടിന്റെ അടുക്കളയിൽ ഉണ്ടാക്കിയ ബിരിയാണി ചെമ്പിന്റെ മേലിലൊക്കെ വട്ടമിട്ട് പറഞ്ഞിട്ടുണ്ട്. കാര്യം ബിരിയാണിയുടെ ചെമ്പിൽ പറഞ്ഞ പുകയൊക്കെ മാറ്റാനായിട്ട് ഹെലികോപ്റ്ററിന്റെ ഫാനാകുമ്പോ നല്ല കാറ്റ് കിട്ടും. പിന്നെ അമ്മായി ആശുപത്രി കിടക്കയില്ലേ, കാറ്റ് വേണ്ടേ, സീരിയസ് ആയിട്ട് കിടക്കയില്ലേ, കാറ്റടിച്ചു കൊടുക്കാൻ പോയതാണ്. എല്ലാവരും ചേഞ്ച് വേണം എന്നൊക്കെ പറഞ്ഞ് ചേഞ്ച് വരുത്തി. നിങ്ങൾ ആലോചിച്ചോണം, ഇതിന്റെ പുറകിൽ നിന്ന് പോയ ഒരു ചേഞ്ചും കയ്യിൽ കാണൂല, തെണ്ടിത്തിരിഞ്ഞ് വരേണ്ടി വരും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ വലതുപക്ഷ വായാടികളുടെയും ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരും എന്തായിരുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും. ഇനിയും ഒരുപാട് വിസ്മയങ്ങൾ വരാനുണ്ട്. വിസ്മയങ്ങളുടെ ഘോഷയാത്രയായിരിക്കും.